ഈ ഡൈവിങ്, പ്രത്യേകിച്ചും സ്റ്റാഗ്നൻ്റ് വാട്ടറിലെ ഡൈവിങ്ങും ജമ്പിങ്ങും ചാടി വെള്ളത്തിലോട്ട് വീഴുന്ന പരിപാടികളൊക്കെ ഓതറൈസ്ഡ് സ്ഥലത്തല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നോസ് പ്ലഗിങ് എന്ന് പറയും. അതായത് നോസിൽ ക്ലിപ്പ്, നമുക്ക് കോൺഫിഡൻസ് ഉപയോഗിക്കുന്ന വെള്ളത്തിലില്ലെങ്കിൽ അത് നോസ് ക്ലിപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. മൂന്നാമത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹെഡ് അബോവ് ദ വാട്ടർ. കുളിക്കുന്നെങ്കിൽ തന്നെ തല മുങ്ങിക്കുളിക്കുന്ന ഒരു സ്വഭാവത്തിലോട്ട് പോകാതെ തല പുറത്ത് വെച്ചുള്ള ഒരു കുളി. നാലാമത്, ഇപ്പോൾ ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഒരു നമ്മൾ പോണ്ടെന്ന് പറയാം, കുളം എന്നുള്ള സ്റ്റേജിൽ അവിടെ പോയി വെള്ളം കലക്കിയുള്ള രീതിയിൽ വീണ്ടും അതിൽ കിടന്ന് കുളിച്ച് മറിയുന്ന ഒരു കുട്ടികളാകുമ്പോൾ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ അവിടെയൊക്കെ ഡേഞ്ചറസ് ആണ്. കാരണം ഇത് സെഡിമെൻ്റഡ് ആയിട്ട് താഴെ കിടക്കുന്ന അമീബയെല്ലാം കയറി പൊങ്ങി വരികയും നമ്മുടെ ശരീരത്തിലോട്ട് ഉള്ളിലോട്ട് കയറുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, കഴിയുന്നതും ബോയിൽഡ് വാട്ടർ, അതായത് അഞ്ചാമത്തെ പോയിൻ്റായിട്ട് പറയാൻ പറ്റുന്നത് ബോയിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ബോയിൽഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ചൂട് പോരാ, വെട്ടിത്തിളയ്ക്കുന്ന രീതിയിൽ 20 മിനിറ്റെങ്കിലും ആ വെള്ളം തിളച്ചിരിക്കണം. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ ഭക്ഷണം കഴിക്കുമ്പോഴും മുഖം കഴിയുമ്പോഴെല്ലാം സോപ്പും വെള്ളവും ഉപയോഗിക്കുക. ഏറ്റവും വാഷ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെറുക്കാൻ നമുക്ക് സാധിക്കും.